കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് വാങ്ങാം. ഞാൻ ഈ പറയുന്ന ഒരു ടെക്നിക് ഉപയോഗിച്ചാൽ മതി. എല്ലാം പഠിക്കുന്നവരല്ല, ഏറ്റവും എഫക്റ്റീവായി പഠിക്കുന്നവർക്കാണ് ഏറ്റവും മാർക്ക് ലഭിക്കുന്നത്. സമയത്തിനെതിരായി നാം കോമ്പീറ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ചാമ്പ്യന്മാർ ജനിക്കുന്നത്. പഠിക്കാൻ സമയം കുറവുള്ള ഹൗസ് വൈഫ് അല്ലെങ്കിൽ വർക്കിംഗ് കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെങ്കിലും, അതല്ല ഒരു സാധാരണ കാൻഡിഡേറ്റ് ആണെങ്കിലും, ഞാൻ ഈ പറയാൻ പോകുന്ന ടെക്നിക് കൃത്യമായി നിങ്ങളുടെ സ്റ്റഡീസിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇതൊരു റിവേഴ്സ് ടെക്നിക്കാണ്. സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഒരു ടോപ്പിക്, ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്, അത് പഠിക്കും. അതിനുശേഷം അതിലെ മാതൃകാ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മുൻകാലവർഷ ചോദ്യങ്ങൾ ചെയ്തു നോക്കും. പക്ഷെ ഇത് തെറ്റാണ്. നിങ്ങൾ ആദ്യമേ ചോദ്യങ്ങളാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ആ ടോപ്പിക്കിൽ നിന്ന് മുൻകാല വർഷത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അത് ഡിസ്ക്രിപ്റ്റീവ് ആയാലും ഒബ്ജക്റ്റീവ് ആയാലും, അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രമേ പഠനം നടത്താവൂ. പഠിച്ചതിന് ശേഷം അതേ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം. എനിക്കറിയാം ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും, അല്ലെ, ഒരു സ്റ്റുപ്പിഡ് ഐഡിയ പോലെ തോന്നും. ബിക്കോസ് നമ്മൾ പഠിക്കാത്തൊരു ടോപ്പിക്കിലെ ചോദ്യങ്ങൾ കണ്ടതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം? ആ ടോപ്പിക്ക് ആൻസർ ചെയ്യാനുള്ള അറിവ് നമുക്ക് ഇല്ലല്ലോ. പക്ഷെ ഇവിടെ നിങ്ങൾ ആ ടോപ്പിക് ആൻസർ ചെയ്യാനല്ല ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഹോട്ട് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാനും എക്സാമിനറിന്റെ തലച്ചോറിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്. ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഹോട്ട് ഏരിയാസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് തരത്തിലാണ് അവിടുത്തെ ചോദ്യങ്ങൾ വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. എക്സാമിനർ നിങ്ങളിൽ നിന്നും ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൃത്യമായ ഒരു ഐഡിയ ലഭിക്കും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ വലിച്ചുവാരി പഠിക്കുന്നതിന് പകരം തള്ളേണ്ടതിനെ തള്ളുകയും ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ടും പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ രീതിയിലാണ്. ഒരു ടോപ്പിക് വലിച്ചു വാരി കണ്ടമാനം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് തന്നെ ഹോട്ട് ടോപ്പിക്സ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇൻ ഡെപ്ത് ക്ലാസ്സസ് നമുക്ക് പരമാവധി മാർക്ക് ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 7 മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് ഒരു എക്സാമിൽ നിന്നും വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കാൻഡിഡേറ്റ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ സ്ട്രാറ്റജിക് ബാച്ചുകൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് അവസാനമായി പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: സമയം പാഴാക്കരുത്. പെർഫെക്റ്റ് മൊമെന്റിൽ പഠിച്ചു തുടങ്ങാമെന്ന് കരുതുകയും ചെയ്യരുത്. ഇപ്പോൾ ഈ മൊമെന്റിൽ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ എല്ലാ സാക്രിഫൈസസും, നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി, നിങ്ങൾ ഉറക്കം ഉപേക്ഷിച്ച് പഠിക്കുന്ന ഓരോ രാത്രികളും നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ചിട്ടയായി പഠിച്ചാൽ നമുക്ക് ഏത് പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലൈഫ് സെറ്റ് ആക്കാൻ സാധിക്കും. സോ സ്മാർട്ടായി പഠിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർ കമന്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ യെസ് എന്ന് കമന്റ് ചെയ്യുക. ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏത് സുഹൃത്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്?